بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما نافعا. الحمد لله. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹം അള്ളാഹു എപ്പോഴും എല്ലാവരിലും ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമ്മള് സൂറത്തുൽ സുമർ കുറെ നാളായില്ലേ എടുക്കാത്ത. എത്ര ആയത്ത് എടുത്തെന്ന് ഓർമ്മ ഉണ്ടാർക്കെങ്കിലും? അതൊന്നുമില്ല. എല്ലാരും മ്യൂട്ട് ചെയ്തിട്ടാ ഉള്ളത് അല്ലേ? സോറി. നമ്മള് 40 സംതിങ് ആയത്തുകൾ എടുത്തിരുന്ന എന്റെ ഒരു ഓർമ്മ. 41 ആയത്ത്. മാഷാ അല്ലാ. നമുക്ക് ആയത്തിലേക്ക് കടക്കാം അല്ലെ? ഇൻഷാ അല്ലാ. പിന്നെ പുതിയതായിട്ടുള്ള കുറെ ആൾക്കാര് നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പൊ വന്നതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ എടുത്ത കുറെ വിഷയങ്ങളൊന്നും അവർക്ക് അറിയില്ല. പലരും ഇങ്ങനെ പേഴ്സണലി വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ നമ്മള് റിയാദ് സ്വാലിഹീനൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നല്ലോ, അതൊക്കെ ഒന്നും കൂടി ഇങ്ങനെ റിവൈൻഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട്. ഇൻഷാ അല്ലാ ഓരോ ക്ലാസ് ഇപ്പൊ 2:30 ക്ലാസ് പിന്നെ തുടങ്ങുന്നതിന് മുമ്പ് നേരത്തെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യം 2:30 തന്നെ ഒരു ഹദീസ് വായിക്കാം, അതിന്റെ കാര്യങ്ങൾ പറയാം. അങ്ങനെ ഒരു 15 മിനിറ്റ് ആ രീതിയിൽ ചെയ്യാന്ന് വിചാരിക്കുന്നത്. വെച്ചാൽ നമ്മൾ പണ്ട് നമ്മൾ പഠിപ്പിച്ച ഹദീസുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് സുന്നത്തുകൾ അല്ലെ, അതിന്റെ ശ്രേഷ്ഠതകള്, മഹത്വങ്ങള് കുറെ ആൾക്കാർക്ക് അതൊന്നും അറിയില്ല. പുതുതായി വന്ന ആൾക്കാര് പലതും ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മളെ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് എല്ലാം ഉണ്ട് അൽഹംദുലില്ലാഹ്. കുറെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാമിൽ എല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാ ക്ലാസ്സുകളും ടെലിഗ്രാം ചാനലിൽ ഉണ്ട്. നമ്മളെ നിഷ്കാത്തിൽ എടുത്ത ക്ലാസ്സുകളെല്ലാം ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പൊട്ടും പൊടിയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു വിശ്വാസം. അപ്പം ടെലിഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പഴയ ക്ലാസ്സുകൾ എടുത്ത് നിങ്ങൾക്ക് കേൾക്കാം, സമയം സൗകര്യവും സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ. എന്നാലും പഴയ നമ്മൾ പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങള് ഒരാവർത്തി വീണ്ടും വായന വന്നാല് എല്ലാവർക്കും, കേട്ട ആൾക്കാർക്കും ഉപകാരപ്പെടും, കേൾക്കാത്ത ആളുകൾക്കും ഉപകാരപ്പെടും ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ തുടക്കത്തിൽ ഒരു 15 മിനിറ്റ് ഒരു ഹദീസ് വായനക്ക് നമുക്ക് സമയം കണ്ടെത്താം ഇൻഷാ അല്ലാ. പണ്ടേ എല്ലാവരും വായിക്കാറുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ ഹദീസുകളൊക്കെ വന്ന് വായിച്ചിവിടെ പിന്നെ എന്താ പറയാ ഫലിപ്പിക്കാറുണ്ടായിരുന്നു. മാഷാ അല്ലാ. അപ്പൊ അതിനും ഒരു അവസരം തരാം. നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവുകയാണെങ്കിൽ ഓരോ ഹദീസുകൾ, ഓരോ വിഷയത്തിൽ വന്ന ഹദീസുകൾ, ഓരോ അമലുകളുടെ ശ്രേഷ്ഠതകൾ, ചില കർമ്മങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലങ്ങളിൽ ഒരു ദിവസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിഫലങ്ങൾ നേടാനുള്ള അവസരമാണ് അല്ലെ. ഒരു നേരം വെളുത്ത് വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വിരിപ്പിലേക്ക് ചെല്ലുന്നത് വരെ ആ ഉറങ്ങുന്നതും എല്ലാം ഒരു വിശ്വാസിക്ക് പ്രതിഫലമുള്ള കാര്യമാക്കിയിട്ട് മാറ്റാൻ സാധിക്കും, നല്ല നിയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ. അപ്പം നേരത്തെ ഉള്ളവർക്കും പുതുതായി ചേർന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സുകളെ നമുക്ക് കൊണ്ടുപോകാനും പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനിയുള്ള നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു അമൽ അല്ലെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം. ഇൽമ് നേടുന്ന ഓരോ ആളുകളും ആ അമല് ചെയ്യണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശം എല്ലാവരും മനസ്സിൽ ഉണ്ടാകുക, പ്രാർത്ഥിക്കുക. അല്ലെ, നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ഏത് കാര്യത്തിലും അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ആവശ്യക്കാരാണ്. നമ്മൾ പറഞ്ഞു, നമ്മൾ ചോദിക്കണം, ചോദിച്ച് 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 നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ നാമവിശേഷ ഗുണങ്ങള്, അസ്മാഉൽ ഹുസ്ന എടുത്ത് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അള്ളാഹിന്റെ നാമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രാർത്ഥനയൊക്കെ ഭയങ്കര സ്വീകാര്യത ഉണ്ട് എന്നാണ് അല്ലെ. അസ്മാഉൽ ഹുസ്ന പഠിക്കുക,
അതിന്റെ ക്ലാസ്സുകള് ഗ്രൂപ്പിലൊക്കെ പിന്നെ നേരത്തെ പഠിപ്പിച്ചതുണ്ടായിരുന്നു. ഇപ്പൊ പുതുതായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും. എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക. പരമാവധി പിന്നെ പറ്റുന്നത് പോലെ കേൾക്കലും പിന്നെ പ്രവർത്തനത്തിൽ കൊണ്ടുവരലും എല്ലാവർക്കും അള്ളാഹു എളുപ്പം നൽകട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഓരോ അറിവ് കിട്ടുന്തോറും നമ്മളുടെ ഉത്തരവാദിത്തം നമുക്ക് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കാര്യത്തിന്റെ ഗൗരവം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് നമ്മൾ ചിന്തയോടുകൂടി തന്നെ പ്രവർത്തിക്കാനും പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് ആയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂറത്ത് സുമറിലെ 42-ാമത്തെ ആയത്താണ് എടുക്കുന്നത്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ والتي لم تمت في منامها فيمسك الذي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون أم اتخذوا من دون الله شفعاء قل أولو كانوا لا يملكون شيئا ولا يعقلون قل لله الشفاعة جميعا له ملك السماوات والأرض ثم إليه ترجعون. നമ്മള് ഈ സൂറത്തിന്റെ തുടക്കം മുതലേ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെ. അതായത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്, ഇതിലെ ഓരോ ആയത്തുകളും നമ്മളോട് എന്താ പറയാ ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത വിധത്തില് നമ്മളോട് ഡയറക്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ അല്ലെ. സുബ്ഹാനല്ലാഹ്. സത്യത്തില് ഖുർആൻ എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ സംസാരമാണ് അല്ലെ. അള്ളാഹിന്റെ കലാമാണ്. അള്ളാഹു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അത് നമുക്കത് ഫീല് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഖുർആനിന്റെ ആൾക്കാരാകുന്നത് അല്ലെ. അള്ളാഹു തആല നമ്മളോട് സംസാരിക്കുകയാണ്. ഈ ഒരു അധ്യായത്തിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ തുടക്കം മുതലേ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഖ്ലാസ് ആണ് അല്ലെ. ഇഖ്ലാസിന്റെ വിഷയമാണ് തുടക്കം മുതലേ ഇടയിൽ ഓരോ ആയത്തുകളിലായിട്ട് അള്ളാഹു തആല ആ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് തുടക്കത്തിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞത് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അല്ലെ. അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമായ ഹൃദയത്തോടെ മതം ദീൻ അല്ലെ, അത് ഇഖ്ലാസോടെ അള്ളാഹ്ക്ക് മാത്രമാക്കിക്കൊണ്ട് പിന്നെ ഇബാദത്ത് അള്ളാഹ്ക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ. അതായത് നമ്മള് അള്ളാഹുവിനോട് മാത്രമേ അല്ലെ നമ്മളെ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മള് പറയാൻ പാടുള്ളൂ. എന്നിട്ട് അള്ളാഹു തആല പിന്നെ 11-ാമത്തെ ആയത്തിലും 14-ാമത്തെ ആയത്തിലും ഒക്കെ അള്ളാഹു തആല വീണ്ടും വീണ്ടും ആ ഒരു ഇഖ്ലാസിന്റെ കാര്യം ആവർത്തിക്കുന്നുണ്ട് അല്ലെ. ഖുൽ ഇന്നി ഉമിർതു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ ഖുലില്ലാഹ് അഅ്ബുദു മുഖ്ലിസൻ ലഹുദീനി. അങ്ങനെ ആ ഒരു ഇഖ്ലാസിന്റെ കാര്യം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തില് ഇഖ്ലാസ് ഉള്ളവരാകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ആ ഒരു വിഷയത്തില് പെർഫെക്റ്റ് ആവുന്നുണ്ടോ, പരിപൂർണമായിട്ടും അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിട്ട് തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അല്ലെ. എന്നിട്ട് അള്ളാഹു തആല നമ്മളോട് ഒരു ചോദ്യം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും ഓർക്കുന്നുണ്ടോ ആവോ, എല്ലാരും മറന്നുപോയോ? കുറെ ദിവസം ഞാന് എല്ലാ ദിവസവും സൂറത്ത് സുമർ എടുത്തവരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാഷാ അല്ലാഹ് കുറെ പേര് കണ്ടിന്യൂസ് പിന്നെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പിന്നെ ഇടയിൽ വെച്ചിട്ട് നല്ലൊരു ഗ്യാപ്പ് വന്നുപോയി അല്ലെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾ സൂറത്ത് സുമർ ഒന്ന് പാരായണം ചെയ്യണേ, തുടക്കം മുതൽ. സത്യത്തില് പതിവായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഓതാൻ കൽപ്പിച്ച, അതായത് സുന്നത്താക്കപ്പെട്ട സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തും കൂടിയാണ് എന്ത്, സൂറത്തു സുമർ. അതുകൊണ്ട് ആ ഒരു പ്രതിഫലവും നിയത്തും നിങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താക്കാം, പാരായണം ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വെറുതെ പാരായണം ചെയ്യരുത്, അർത്ഥത്തോടു കൂടി തന്നെ പാരായണം ചെയ്യാം. ഇപ്പൊ ആയത്തുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇളവ് തരാം. 1 മുതൽ ഇപ്പൊ 41 വരെ എടുത്ത് പിന്നെ എടുക്കുന്നതും കൂടി ഇപ്പൊ ഒരു 50 ആയത്ത് വരുന്നുണ്ടെങ്കിൽ പകുതി പകുതിയാക്കിയിട്ട് 2 ദിവസങ്ങളിലാക്കിയിട്ട് ഓദിക്കോ. ഒരു 25 ആയത്ത് ഒരു ദിവസം, ഒരു 25 ആയത്ത് ഒരു ദിവസം, അങ്ങനെ അർത്ഥസഹിതം തന്നെ പരമാവധി പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കത് നല്ലപോലെ ഓർമ്മയിൽ ഉണ്ടാകും. ഇതുവരെ കേൾക്കാത്ത ആൾക്കാരും കേട്ട ആൾക്കാരും എല്ലാം എന്താക്കാം, പിന്നെ ഈ ഭാഗങ്ങള് ഒന്നുകൂടി പിന്നെ ആവർത്തിച്ച് പാരായണം ചെയ്യുക അർത്ഥത്തോടു കൂടി തന്നെ. ഇപ്പൊ നമ്മള് 35-36 ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലെ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അടിമക്ക് അള്ളാഹു പോരെയല്ലേ, അള്ളാഹു മതിയായവനല്ലേ എന്നുള്ള രീതിയിൽ. അപ്പം അത് പറഞ്ഞിട്ട് അതിന്റെ ഉത്തരം തന്നെ അതിന് ശേഷമുള്ള 37 ആയത്തിലൂടെ നമുക്ക് അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട് അല്ലെ, ഖുൽ ഹസ്ബി അല്ലാഹ്, അതെ പറയുക അല്ലെ, എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്ക് എന്റെ റബ്ബ് മതി. ആ രീതിയിലേക്ക് നമ്മൾ ആകണം അല്ലെ, എല്ലാ കാര്യത്തിലും. ഇന്ന് രാവിലെ ആയിഷാന്റെ തഫ്സീർ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആയിഷ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ അല്ലെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും എത്രത്തോളം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കേൾക്കാത്തവരെന്തായാലും ആ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ് കേൾക്കുക. പിന്നെ ആ ഒരു എക്സാമ്പിൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ കൊണ്ടുവരാം അല്ലെ. നമ്മൾ റബ്ബിനെ ഏത് രീതിയിലാണ് കാണുന്നത്, എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ പഠനത്തിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിനോട് സംസാരിക്കുന്ന വിഷയത്തിൽ അല്ലെ. നല്ലൊരു എക്സാമ്പിൾ അല്ലേ നമുക്ക് പറഞ്ഞു തന്നത്. എന്താന്ന് ഇപ്പൊ ഒരു ആകാംക്ഷയോടെ എല്ലാരും ചിലപ്പോ കേൾക്കാത്ത ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവോ, ടീച്ചർ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. ഇല്ല, ഞാൻ പറഞ്ഞു തരൂല, നിങ്ങളത് ക്ലാസ് എന്തായാലും കേൾക്കന്നെ ചെയ്യണം. എന്നിട്ട് നമ്മളെ അറ്റാച്ച്മെന്റ്, റബ്ബിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് ഏത് രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്ന് സ്വയം പരിശോധിച്ചിട്ട് തീരുമാനിക്കുക അല്ലെ, നമുക്ക് നന്നാക്കാൻ കഴിയും ഇൻഷാ അല്ലാഹു. അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാ ഇബാദത്ത് തന്നെ അല്ലെ, എല്ലാ പ്രതിഫലം കിട്ടുന്ന കാര്യം തന്നെ, എല്ലാ നല്ല കാര്യങ്ങളും തന്നെയാണെങ്കിലും അള്ളാഹു ആയിട്ടുള്ള ആ ഒരു കണക്ഷന്റെ ആ ഒരു പെർഫെക്ഷൻ അല്ലെ, അത് ഏറ്റവും നമുക്ക് ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹിന്റെ സഹായം അതിലും വേണം അല്ലെ. അള്ളാഹിന്റെ സഹായം നമുക്ക് അവിടെ കിട്ടണമെങ്കിലും നമ്മളും കൂടെ അതിന് പരിശ്രമിക്കണം അല്ലെ. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അള്ളാഹു അവന്റെ മലായിക്കത്തുകളും എല്ലാരും അംഗീകരിക്കുന്നു പറയുന്നുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടുന്നു പറയുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു ഇഷ്ടം നമ്മളോട് നമ്മളെ റബ്ബിന് തോന്നണമെങ്കിൽ നമുക്ക് ഇഷ്ടം വേണം നമ്മളെ റബ്ബിനെ അല്ലെ. നമ്മൾ ഓർക്കണം നമ്മളെ റബ്ബിനെ. അദ്കുറൂനി അദ്കുർക്കും എന്നാ പറഞ്ഞ അല്ലെ, നീ എന്നെ ഓർക്ക്, ഞാന് നിന്നെ ഓർക്കാം എന്നാ അള്ളാഹു താല പറഞ്ഞത്. അപ്പം നമ്മളെ ഓർമ്മ ദിക്ർ അതെന്തായാലും നമുക്ക് ഉണ്ടാകണം. അത് എത്രത്തോളം എന്ന് വെച്ചാല് നമ്മളെ റബ്ബ് നമ്മളെ എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടണമെന്നും തൃപ്തിപ്പെടണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് നമ്മളെ ഓർമ്മകളിലും നമ്മളെ പ്രവർത്തനങ്ങളിലും എല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും അള്ളാഹുവിനോടുള്ള ശുക്റും എല്ലാം നമ്മളിൽ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് എന്താകും, ഹസ്ബി അള്ളാഹു ആകും അല്ലെ. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, വരമേൽപ്പിക്കുന്നവരൊക്കെ അവനിലാണ് വരമേൽപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്ന, പൂർണ്ണമായും അള്ളാഹുവിനെ ഏൽപ്പിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഈ ഒരു കിതാബ് അല്ലെ, ഈ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു തആല നമുക്ക് സത്യവുമായി കൊണ്ടാണ് എത്തിച്ചു തന്നിട്ടുള്ളത്. അതിൽ നിന്ന് ആര് ഹുദ എടുക്കുന്നോ അത് അവന് തന്നെയാണ് അത് ഹൈറ് അല്ലെ. അത് പറഞ്ഞിട്ടാണ് നമ്മള് നിർത്തിയത്. ഇതിന് തൊട്ടുമുമ്പുള്ള ആയത്ത് ഞാൻ പറയാം. എന്താ പറഞ്ഞത്, ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്, നിശ്ചയമായും മനുഷ്യർക്ക് വേണ്ടി സത്യപ്രകാരമുള്ള വേദഗ്രന്ഥത്തെ നിന്റെ മേൽ ഞാൻ ഇറക്കി തന്നിരിക്കുന്നു അല്ലെ. ഫമൻ ഇഹ്തദാ ഫലിനഫ്സിഹി, ആകയാൽ അതിൽ നിന്ന് വല്ലവനും സന്മാർഗം സ്വീകരിച്ചാൽ അത് അവന്റെ ഗുണത്തിന് തന്നെയാണ്, അത് അവന് തന്നെയാണ്.
ഇനി വമൻ ദല്ല ഫഇന്നമാ യദില്ലു അലൈഹ. ഇനി വല്ലവനും വഴി പിഴച്ചു പോയാലോ, ആ വഴി പിഴച്ചു പോകുന്നതിന്റെ ദോഷം അവന് തന്നെയാണ്. വമാ അൻത അലൈഹിം ബിവക്കീൽ. അവരുടെ മേലെ നീ എന്തല്ല, ഒരു കൈകാര്യകർത്താവും അല്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. അള്ളാഹു ഈ പരിശുദ്ധ ഖുർആനിനെ നമ്മളെ മുമ്പിൽ എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് ഹുദ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ രക്ഷപ്പെട്ട്. നമ്മൾ പിഴച്ചു പോയാലോ, നമ്മള് നഷ്ടക്കാര് തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അല്ലെ, ഇപ്പം പലരും സങ്കടം പറയാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഓരോ ദുരാചാരങ്ങളെ കുറിച്ച്, പുത്തനാചാരങ്ങളെ കുറിച്ച്, ബിദാത്തുകളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങള്. പക്ഷെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. എങ്ങനെ ഇതൊന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എങ്ങനെയെങ്കിലും ഇതൊന്ന്. ഇല്ല, നമ്മള് പൊതുവേ നമുക്കുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പം ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മള് ഇസ്ലാമികമായിട്ടുള്ള ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ഉണ്ടാവും. അതല്ലാതെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, അങ്ങനെ പല ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, സ്കൂൾ ഗ്രൂപ്പ്, അങ്ങനെ. അപ്പൊ അവിടെയൊക്കെ എന്ന് വെച്ചാൽ വ്യത്യസ്ത ആശയങ്ങളും ആദർശങ്ങളും ഉള്ള ആൾക്കാരായിരിക്കും. ഇപ്പം ഈ പിന്നെ ചിലതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ചിലതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെ. അപ്പോ ആരെങ്കിലും നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളെ പിന്നെ വിശ്വാസത്തെ എതിർത്ത രീതിയിലുള്ള പോസ്റ്റുകളോ വീഡിയോസോ എന്തെങ്കിലും ഷെയർ ചെയ്താല് നമുക്കൊരു അവരെ അതിന് ഇതായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെ ഒരു ഇത് അയച്ചിട്ട് നമുക്ക് അവിടെ ജയിക്കണം, അല്ലെ, നമുക്ക് അവിടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയായിരിക്കും ചിലപ്പോൾ പിന്നെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ഇപ്പം ഇതാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ എന്ന് അള്ളാഹു തആല പറഞ്ഞത്, അല്ലെ. അതായത് വിഡ്ഢികൾ നിങ്ങളടുത്ത് വർത്താനത്തിന് വന്നാല് സലാം പറഞ്ഞു പിരിയാന്നുള്ളതേ ഉള്ളൂ. സത്യം അറിയണം, മനസ്സിലാക്കണം എന്നുള്ള ആൾക്കാർ എന്താണ്, ഫദക്കിർ ഇൻ നഫഅതി ദിക്റാ എന്ന് അല്ലാഹു തആല പറഞ്ഞത്, അല്ലെ. നീ ഓർമ്മിപ്പിക്കുക, അല്ലെങ്കിൽ ഉത്ബോധനം കൊടുക്കേണ്ട ആർക്കാണ്, അത് പ്രയോജനപ്പെടുന്ന തോന്നുന്ന ആൾക്കാരോട് നമ്മൾ പറഞ്ഞാൽ മതി. അപ്പം ഉപകാരപ്പെടുന്നു തോന്നുന്നവർക്ക് നമുക്ക് എന്താക്കാം, ഉപകാരപ്രദമായ പോസ്റ്റോ ക്ലാസ്സുകളോ വീഡിയോസോ ക്ലിപ്സോ ഒക്കെ നല്ല സമാധാനപരമായിട്ട് നമുക്ക് എന്താക്കാം, അയച്ചു കൊടുക്കാം. അല്ലാതെ ഇപ്പം ഗ്രൂപ്പിൽ ഒരാൾ ഇങ്ങനെ ഇട്ട് അപ്പൊ നമുക്കത് അതിനെ ഇതാക്കിയിട്ട് നമുക്കൊന്ന് ഇടണോ, അങ്ങനെ വിചാരിച്ചിട്ട് ആരും ഒന്നും മത്സരിക്കണ്ട കേട്ടാ. കാരണം ഹിദായത്ത് ആരുടെ കയ്യിലാ? അള്ളാന്റെ കയ്യിലാ, അല്ലെ. ഇപ്പൊ നമ്മൾ നല്ല നിയത്തോടെ ഇപ്പം ഒരു കാര്യം അവർ പറയുമ്പോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം. നമ്മളെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കാം. പിന്നെയും അവർ അതിനെ എതിർത്ത് പിന്നെയും ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോൾ നമ്മൾ അതിനെ വാദിക്കാനും എതിർക്കാനും പോകണ്ട, തർക്കിക്കാൻ നിൽക്കേ വേണ്ട. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. അള്ളാഹ് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ച അള്ളാഹ് ഹിദായത്ത് എത്തിച്ചു കൊടുക്കും. നമ്മൾ പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മളവിടെ വാദപ്രതിവാദത്തിനും പിന്നെ കുറെ ഇതിനൊക്കെ നിന്ന് തർക്കിക്കാനൊക്കെ നിന്നിട്ടുണ്ടാകുമ്പോ ചിലപ്പോ നമ്മളെ ഈമാൻ പോലും ദുർബലപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായേക്കാം. അപ്പൊ നമുക്ക് തന്നെ ചിലപ്പോ എന്താകാം, കൺഫ്യൂഷൻ വന്നേക്കാം. കാരണം ഇബിലീസിന്റെ കളിയാണ്. പിശാച് നമ്മളെ എങ്ങനെങ്കിലും വഴിപിഴപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നീക്കുന്നത്. അപ്പൊ ഏത് ഭാഗത്തിലൂടെയാ നമ്മളെ ഒന്ന് തെറ്റിക്കാന്നായിരിക്കും അവന്റെ ചിന്ത. അപ്പൊ അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്ന് നമുക്ക് സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം. നിരന്തരം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. ഈ തർക്കിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ചില വാദങ്ങൾ ഉന്നയിച്ചിട്ട് പലതും പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഓ ശരിയാണല്ലോ, ഓ അത് ശരിയാണല്ലോ, അതെന്താ അങ്ങനെ, അല്ലെ, ഇതെന്താ ഇങ്ങനെ. അപ്പൊ അതിനുള്ള ഉത്തരം കണ്ടെത്തി ഓരോരുത്തരോട് ചോദിച്ച് അങ്ങനെ നമ്മള് ചിലപ്പോ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കാം. പക്ഷെ പിന്നെ ഇപ്പം എന്താ പറയാ, എല്ലാവർക്കും എല്ലാ സമയത്തും നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റിയെന്ന് വരൂല, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ എന്ത് വിഷയം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് നമ്മളെ റബ്ബിലേക്കാണ് അതിന്റെ റിക്വസ്റ്റ് പോകേണ്ടത്. വേഗം വേറെ ആരോടെങ്കിലും ചോദിക്കാന്നുള്ള ആ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ചോദിക്കണം. എല്ലാരോടും ചോദിച്ച് തന്നെ നമ്മൾ ഇൽമ് നേടേണ്ടത്, അറിവ് അന്വേഷിക്കേണ്ടത്. പക്ഷെ ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. പെട്ടെന്ന് കിട്ടണം, ഇപ്പൊ തന്നെ വേണം, അങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാവണ്ട. അവരെ മുമ്പിൽ നമുക്ക് ജയിക്കണ്ട, നമുക്ക് നമ്മളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് തൃപ്തി, അള്ളാന്റെ തൃപ്തി നമുക്ക് ഉണ്ടായാൽ മതി, അല്ലെ. അപ്പൊ ആദ്യം പ്രാർത്ഥിക്കുക. എന്ത് വിഷയം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് പ്രാർത്ഥിക്കുക. അത് എന്ത് ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാനോട് ചോദിക്കണം ആദ്യം. അതാണ് ശരിക്കും ഈമാന്, തൗഹീദ്, ഇഖ്ലാസ് എന്നൊക്കെ പറയുന്നത്. എന്ത് എത്ര ചെറിയ കാര്യമാണെങ്കിലും, എത്ര ചെറിയ വിഷയമാണെങ്കിലും
നമ്മളതില് അള്ളഹാനോട് നമ്മൾ ആദ്യം സഹായം ചോദിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മളെ ഈമാനിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അള്ളാഹു നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ നമ്മളെ മുമ്പിൽ എത്തിച്ചു തരും തീർച്ചയായിട്ടും ഇൻഷാ അള്ളാഹ്. അപ്പൊ നമ്മളെ ഈമാന്, നമ്മളെ വിശ്വാസം, നമ്മളെ തൗഹീദ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹിദായത്ത് എപ്പോഴും ഹിദായത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം. ഹിദായത്തിൽ ഉറപ്പിച്ചു കിട്ടാനും ഹിദായത്ത് മരിക്കോളം ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനും മറ്റുള്ളവർക്ക് ഹിദായത്തിന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അള്ളാഹിനോട്. അവർക്ക് പാപമോചനത്തിന് വേണ്ടി നമ്മൾ തേടണം. അവർക്ക് ഹൈറിന് വേണ്ടി നമുക്ക് ചോദിക്കണം. അത്രയും വിശാലമായ ഹൃദയങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. കാരണം നമ്മൾ ആരാ? നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസികളായ അടിമകളാണ് അല്ലെ. നമ്മള് മുഅ്മിനീങ്ങളാണ് അൽഹംദുലില്ലാ. നമ്മൾ അതിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയണം അല്ലെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റുന്നവരാണ്. അള്ളാഹിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മളിൽ അത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. നന്മ ഉണ്ടാകണം, ദയ ഉണ്ടാകണം, കാരുണ്യം ഉണ്ടാകണം, വിട്ടുവീഴ്ച ഉണ്ടാകണം. അപ്പം അള്ളാഹു എല്ലാവർക്കും ഈ പറയുന്ന ക്വാളിറ്റീസോട് കൂടി തന്നെ നല്ലൊരു മുഅ്മിനായി ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് നമ്മൾ ആയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല പറയുന്നു അള്ളാഹു യതവഫ, സൂറത്തു സുമറിലെ 42-ാമത്തെ ആയത്താണ്. അള്ളാഹു യതവഫ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പൂർണ്ണമായും ഏറ്റെടുക്കുന്നു എന്നാണ്. പൂർണ്ണമായും ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നു, പൂർണ്ണമായും എടുക്കുന്നു. ശരിക്കും മരിപ്പിക്കുന്നു എന്നാണ് ശരിക്കും വരുന്നത് അതിന്റെ നമ്മൾ പറയുകയാണെങ്കിൽ. അൽ അൻഫുസ എന്ന് പറഞ്ഞാല് ആത്മാക്കളെ, ജീവാത്മാക്കളെ, ദേഹങ്ങളെ, നഫ്സിനെ, റൂഹിനെ, ഹീന മൗതിഹ, അവയുടെ മരണവേളയിൽ മരിക്കുമ്പോ അള്ളാഹു നമ്മളെ നഫ്സിനെ പൂർണ്ണമായിട്ടും അള്ളാഹു തആല പിടിച്ചെടുക്കുന്നു എന്നാ പറയുന്നു. മരണസമയത്ത് നമ്മളെ നമ്മളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് റൂഹും ജസദും കൂടി ചേർന്നതാണ് അല്ലെ. ജസദ് മാത്രമാകുമ്പോ അതെന്തായി? റൂഹില്ലാത്ത ജസദിനെ എന്താ വിളിക്കുക? മയ്യിത്ത് എന്ന് പറയൂ അല്ലെ. അത് മയ്യിത്താണ്. നേരെ മറിച്ച് ആ ശരീരം അതില് റൂഹ് വരുമ്പോഴാണ് എന്താകുന്നത്? നമ്മളെന്ന് പറയുന്ന ആളാകുന്നത് അല്ലെ. ഞാൻ എന്നുള്ള ഒരാളാകുന്നത്, ഇന്ന ഒരു പേര് അതിന് കൊടുക്കുന്നത് അവിടെ റൂഹും ജസദും വരുമ്പോഴാണ് അല്ലെ. നമ്മൾ മരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മളെ ശരീരത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ വേർപെടുത്തി എടുത്തു കൊണ്ടുപോവുകയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി വല്ലത്തി ലം തമുത്, ഇനി മരിക്കാത്ത അല്ലെ, മരണപ്പെടാത്ത ആത്മാക്കളുണ്ടല്ലോ, മരണപ്പെടാത്തവരെ, അവരുടെ ആത്മാവിനെയും അല്ലാഹു തആല പിടിക്കുന്നുണ്ട്. എപ്പോഴാന്നറിയോ? ഫീ മനാമിഹാ, ഉറക്കത്തിൽ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഉറക്കം എന്നുള്ളത് എന്താണ്? ഒരു കുഞ്ഞു മരണമാണ് അല്ലെ. കുഞ്ഞു മരണമല്ലേ. ആ മരണത്തില് നമ്മളുടെ ആത്മാവിനെ അല്ലാഹു തആല പിടിക്കുന്നുണ്ട്. എന്നിട്ടോ ഫയുംസിക്കു, എന്നിട്ട് അവൻ പിടിച്ചു വെക്കുന്നു. അംസക യുംസിക്കു അല്ലതീ ഖളാ അലൈഹൽ മൗത്ത്, ഈ മരണം അതിന്റെ മേൽ വിധിച്ച അല്ലാഹു തആല വിധിച്ച ആത്മാവിനെ അല്ലാഹു തആല എന്താക്കും? അവിടെ തന്നെ പിടിച്ചു വെക്കും അല്ലെ. എന്നാൽ വയുർസിലു, വിട്ടയക്കുകയും ചെയ്യും, അൽ ഉഖ്റ, മറ്റേതിനെ, ഏതാ? മരണം വിധിച്ചിട്ടില്ലാത്തതിനെ വിട്ടുതരും. ഇല അജലിം മുസമ്മ, ഒരു നിർണയിക്കപ്പെട്ട നിശ്ചിത അവധി വരെ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, നിശ്ചയമായും ഇതില് എന്താണ്? അതില് ചിന്തിക്കുന്ന ജനതക്ക്, ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാ പറയുന്നത്. ശരിക്കും ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാറുണ്ടാ? എങ്ങനെ ചിന്തിക്കാനാ? രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ചൊല്ലുന്നുണ്ടാവും അല്ലെ, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ ഫഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫളു ബിഹി മിൻ ഇബാദിക സാലിഹീൻ. ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും കിടക്കുന്നുണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക അല്ലെ, വജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഹതു ദഹരി ഇലൈക. ശരിക്കും
ഈ പ്രാർത്ഥന എല്ലാം നമ്മൾ പഠിക്കുമ്പോ അവിടെ എല്ലാം നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട് അല്ലെ? എന്താണ്? നമ്മൾ നമ്മൾ ഉറക്കം, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ അതൊരു മരണമാണ് അല്ലെ? നമ്മൾ ഉറക്കത്തിൽ നമ്മളെ റൂഹിനെ അള്ളാഹു എടുക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോ പിന്നെ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ അല്ലെ? ചുറ്റും നടക്കുന്ന കാര്യങ്ങള്. ഒരു ഗാഢനിദ്രയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്താ ചെയ്യുന്നത് പോലും നമ്മൾ അറിയുന്നുണ്ടാ അല്ലെ? ഒരു ബെഡ്റൂമിൽ ഇപ്പം നമ്മള് ഒന്നിച്ച് നമ്മളെ മക്കൾ നേരത്തെ ഉറങ്ങി, നമ്മള് പിന്നെ വേറെ എന്തെങ്കിലും ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും അറിയുന്നുണ്ട് അല്ലെ? ആരെങ്കിലും വന്ന് പോയി അറിയോ? പക്ഷെ ആ ഉറക്കം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, ഏഹ് നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ടാ, ഞാൻ ഈ കിടക്കുന്ന കിടത്തത്തിൽ ഉറക്കത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ റൂഹ് അള്ളാഹു താല പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അത് എനിക്ക് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ എണീക്കൂലാലോ റബ്ബേ, അപ്പൊ എന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കാന്നറിയോ? അല്ലാ, എന്റെ മക്കളെല്ലാം എന്താക്കാ അല്ലെ, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ആരാ നോക്കാ, അതെല്ലാം എന്തായിരിക്കും അപ്പോഴും ചിന്തിക്കാം. മരിച്ചു കഴിഞ്ഞാൽ എന്താ? നമ്മളെ റൂഹ് അള്ളാഹു താലന്റെ ഏത് മലായിക്കത്തുകൾ വന്നിട്ടാണ് നമ്മളെ റൂഹ് കൊണ്ടുപോവുക? ഏ അത് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഉണ്ടാവില്ല അല്ലെ? സുബ്ഹാനല്ലാ. ശരിക്കും ഇവിടെ ചിന്തക്ക് ഒരുപാട് പിന്നെ ഇതുള്ള ഒരായത്താണ്. നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അള്ളാഹു താല പ്രത്യേകം പറഞ്ഞിട്ട് തന്നെ ഉള്ളത്. പിന്നെ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ, അല്ലെ? ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തം ഉണ്ട് എന്നാണ്. അപ്പം അള്ളാഹു യതവഫ, അല്ലെ? ശരിക്കും പറഞ്ഞാല് അവിടെ ആ തവഫ എന്ന് പറഞ്ഞാല് വഫ, അല്ലെ? വഫ എന്നുള്ള വാക്ക് നമ്മള് വേറെ സ്ഥലത്ത് കണ്ടില്ലേ? ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തിയാക്കിയ, നിറവേറ്റിയ ഇബ്രാഹിം എന്നുള്ള രീതിയിൽ, അല്ലെ? അപ്പം ശരിക്കും പറഞ്ഞാല് ഇവിടെ മരണപ്പെടുത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തവഫ, തവഫ, എടുക്കുക എന്നുള്ള, എടുക്കുന്നു എന്നുള്ള അതിന്റെ ആ ഒരു അർത്ഥം വരുന്നത്. അപ്പം മരണസമയത്തും ഉറങ്ങുന്ന സമയത്തും അള്ളാഹു തആല എന്താക്കുന്നുണ്ട്? ആത്മാവിനെ പിടിച്ചു വെക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇപ്പം ഓൾറെഡി നമ്മൾ മരിക്കുമ്പോ അള്ളാഹു താല നമ്മൾ ആത്മാക്കളെ കൊണ്ടുപോകുന്ന പറയുന്നത്, പിന്നെ അതിനെന്താവൂല, തിരിച്ച് റൂഹ് പിന്നീട് ഇടൂല അല്ലെ? പിന്നെ എപ്പോഴാ ഈ റൂഹിനെ വീണ്ടും നമ്മള് ശരീരത്തിലേക്ക് നിക്ഷേപിക്കാന്? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ശരീരത്തിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോകും അല്ലെ? ശരീരം ഇവിടെ ബാക്കിയാക്കും. ആർക്ക് വേണ്ടിയിട്ട്? ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെ? അതിനെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും നിസ്കരിക്കാനും മറമാടാനും ഒക്കെ വേണ്ടിയിട്ട് ആ ശരീരത്തിന് ഇവിടെ ഉണ്ടാകും. റൂഹിനെ അള്ളാഹു തആല അല്ലെ മലക്കുകൾ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ആ റൂഹ് പിന്നെ നമ്മളെ ശരീരത്തിലേക്ക് അള്ളാഹു തആല ഇടുന്നുണ്ട്. അത് എപ്പോഴാണ്? നമ്മളെ ഖബറില് വെച്ച് കഴിഞ്ഞിട്ട് അല്ലെ? ആൾക്കാർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ഇത് സംഭവിക്കുന്ന പറയുന്നത്. അല്ലാഹു അഅലം അവിടുത്തെ ആ കാര്യങ്ങളൊക്കെ, ആ സംഭവ വികാസങ്ങളൊക്കെ എപ്രകാരമായിരിക്കും നമുക്കറിയില്ല അല്ലെ? നമ്മളെപ്പോഴും നമ്മള് മരണം എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ഒരു ബോധം ഉള്ളവരാകണം അല്ലെ? നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നന്നാകാനും നാളത്തെ പരലോക ജീവിതം ഏറ്റവും സുരക്ഷിതമാകാനും ഈ മരണം എന്ന ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകണം എന്ന് പറയുന്നില്ലേ? ഇവിടെ തന്നെ നമ്മളെ നിസ്കാരം എന്ന ഇബാദത്ത് പോലും പെർഫെക്റ്റ് ആകണമെങ്കിൽ പറയുന്ന ഒരേ ഒരു നിർദ്ദേശം എന്താ? നിസ്കരിക്കുന്നതിന് മുമ്പ് അല്ലെ, ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ച് നിസ്കരിക്കാനാ പറയുന്നത്. അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അല്ലെ? നിസ്കരിക്കുമ്പോൾ പോലും നമ്മൾ എന്താ ചിന്തിക്കുക? ഇത് കഴിഞ്ഞിട്ട് അടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്നല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്ക് എപ്പോഴാണോ ആ രീതിയിൽ ചിന്തിച്ച് നമ്മളെ മനസ്സിനെ ആ രീതിയിൽ പാകപ്പെടുത്തി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അപ്പോഴേ നമ്മൾ എന്താകും? നമ്മള് 100% പെർഫെക്റ്റ് ആകാന് അങ്ങനൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അപ്പം ഉറങ്ങുമ്പോ തന്നെ നമ്മള് ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് കിടക്കുമ്പോ പറയുന്നില്ലല്ലോ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്നുള്ള ആ പ്രാർത്ഥനന്റെ മഹത്വം തന്നെ എന്താ പറയുന്നത്? എല്ലാം ചൊല്ലി, എല്ലാ ദുആകളും ചൊല്ലി
നമ്മള് അവസാനാണ് അത് പ്രാർത്ഥിക്കേണ്ടത്. അത് ചൊല്ലി ഒന്നും മിണ്ടാതെ അങ്ങനെ കിടന്നുറങ്ങാന്. അങ്ങനെ ഉറങ്ങിയിട്ട് ആ ഉറക്കത്തിൽ എങ്ങാനും നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പിറന്നു വീണ കുഞ്ഞിനെ പോലെ അത്രയും പരിശുദ്ധമായ നിലയിലേക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ. സുബ്ഹാനല്ലാഹ്. എന്ത് നല്ലൊരു മരണമായിരിക്കും അത്. അങ്ങനെ ചിന്തിച്ചിട്ട് എപ്പോഴും മറക്കാതെ ഈ ദുആ ഒക്കെ ചെല്ലാറുണ്ടോ നിങ്ങളെല്ലാം? നമ്മൾ എത്രയോ തവണ പഠിപ്പിച്ചതാ. എല്ലാ ദിവസവും നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ദുആ ആദ്യമൊക്കെ മിഷ്കാത്തിന്റെ ഗ്രൂപ്പിൽ തന്നെ ഇടാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ മെസ്സേജും കൂടി ഒന്നിച്ചു വന്നിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് നമ്മൾ ദുആ ഗ്രൂപ്പ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ദുആ ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഗ്രൂപ്പിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ പറ്റുമെങ്കിൽ ഒന്ന് തബ്ഷി ദുആ ഗ്രൂപ്പ് 2ന്റെ ലിങ്ക് ഒന്ന് മിഷ്കാത്തിന്റെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാര് പിന്നെ ഇത് അറിയാതെ പോകുന്നുണ്ടാവും. എല്ലാ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, രാത്രി ഉറങ്ങാൻ നേരത്ത് ചൊല്ലേണ്ട എല്ലാ പ്രാർത്ഥനകളും ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അറിയാത്തവർക്ക് അതിൽ നോക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അല്ലെ? അതിന്റെ പ്രാർത്ഥനയും അർത്ഥവും മഹത്വവും ഒക്കെ കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അതിനെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ. അത് കാണുമ്പോ നമുക്കത് ചൊല്ലാനും ചൊല്ലിക്കിടക്കാനും എല്ലാം ഉള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇതൊക്കെ അറിഞ്ഞിട്ട് കാണാതെ അറിയുന്നവരുണ്ടാവും. എത്ര പേർക്ക് ഇത് കാണാതെ അറിയണ്ടാവും. എന്നാൽ പോലും ചിലപ്പോ ചൊല്ലാൻ തൗഫീഖ് കിട്ടാത്ത എത്രയോ ഹതഭാഗ്യരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ? അള്ളാഹു എല്ലാവർക്കും എല്ലാ അറിഞ്ഞ കാര്യങ്ങൾ, അതാണ് ഇൽമി ടു അമൽ എന്നുള്ളതിന്റെ ഒരു പ്രാക്ടീസിങ് സെക്ഷൻ. ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ കറക്റ്റ് ആയാൽ തന്നെ നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശരിയാകും, സെറ്റാകും. നമ്മളൊന്ന് സെറ്റാകാനുണ്ട് ഇല്ലേ? എല്ലാ വിധത്തിലും ഒന്ന് സെറ്റാകാനുണ്ട്. അള്ളാഹു നമ്മളെ സെറ്റാക്കി തരട്ടെ. ആമീൻ. അപ്പൊ ഈ പ്രാർത്ഥന അത് ചൊല്ലി അല്ലാഹുമ്മ അസ്ലംതു നഫ്സിയിലേക്ക വവജ്ജഹ്തു വജ്ഹിയിലേക്കാൻ തുടങ്ങുന്ന ആ പ്രാർത്ഥനയാണ് പറയുന്നത്. അത് ചൊല്ലി ഉറങ്ങി ആ ഉറക്കത്തിൽ നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന് ശുദ്ധ പ്രകൃതിയിലായിരിക്കും അള്ളാന്റെ മുമ്പിൽ ഉണ്ടാകാൻ. അപ്പൊ അത് എത്ര വലിയ സൗഭാഗ്യാന്നല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കത് ചൊല്ലിയിട്ടൊക്കെ ഉറങ്ങാൻ കഴിയണമെങ്കിലും അള്ളാന്റെ തൗഫീഖ് വേണം. എന്ത് കാര്യം ചെയ്യണമെങ്കിലും റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചെയ്യാൻ കഴിയും. അപ്പൊ അത് ചെയ്യാൻ കഴിയാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ആദ്യം എന്താക്കണോ? ദുആ ചെയ്യണം. അല്ലാഹുവേ ഓർമ്മയോടെ ഒക്കെ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. രാത്രി കിടക്കാൻ നേരത്തെ എല്ലാ ദിക്റും ചൊല്ലി കിടക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. രാവിലെ ഉറങ്ങി എണീച്ചാലിലെ എല്ലാ സുന്നത്തുകളോടും കൂടി എല്ലാ കാര്യങ്ങളും സുന്നത്തായ രീതിയിൽ തന്നെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന എല്ലാവരിലും ഉണ്ടാകണം. അപ്പം പിന്നെ ഇവിടെ നമ്മൾ ആയത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ മരിക്കുമ്പോ നമ്മളെ റൂഹിനെ അല്ലാഹു തആല പിടിക്കുമ്പോ അത് പരിപൂർണമായ ഏറ്റെടുക്കലാണ്. അത് പിന്നെ തിരിച്ച് തരാത്ത വിധത്തിൽ ഈ ദുനിയാവുമായുള്ള ഒരു ബന്ധവുമില്ലാതെ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പോവാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മള് കുറച്ചു മുമ്പൊക്കെ നമ്മൾ ഈ മരണത്തിന്റെ സക്രാത്തുൽ മൗത്ത് എന്നുള്ള ആ ഒരു പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആത്മാവിന്റെ ആ ഒരു യാത്ര ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇൻഷാ അള്ളാ നമുക്ക് നമുക്ക് ഓരോ കാര്യങ്ങളും ഇനിയും ആവർത്തിച്ച് നമുക്ക് പറയണം. കാരണം ഒരുപാട് പുതിയ മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇതെല്ലാം അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്. അള്ളാഹു എല്ലാറ്റിനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ സമയത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ പിന്നെ ഈ ദുനിയാവുമായുള്ള നമ്മളെ ബന്ധം വിച്ഛേദിക്കുന്ന ആ ഒരു നിമിഷത്തെ കുറിച്ച് നമ്മൾ ഒരു ദിവസം ഒരു തവണ എങ്കിലും നമ്മൾ എന്താക്കണം? ഒന്ന് ഓർമ്മിക്കണം. അപ്പൊ നമുക്ക് നമ്മളെ അമല് പഠിച്ചോനെയല്ലേ, ഞാൻ ഈ നിമിഷം ഇവിടുന്ന് പോയാല് എന്തായിരിക്കും എന്റെ അവസ്ഥ? നമ്മൾ ആർന്ന് വിലപിക്കേണ്ടി വരുമോ? ഞാനൊരു സുബ്ഹാനല്ലാഹ് അധികരിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെ ഒരു സുന്നത്ത് നിസ്കാരം, ഒരു 2 റക്അത്ത് സുന്നത്ത്, അതാണ് പറയുന്നത്. മരണപ്പെട്ടു പോയ ആൾക്ക് ഉണ്ടാകുന്ന ഒരു ഇതെന്താ ഒരു ഇനിയൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാന് നമുക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ സമയമുണ്ട്. നമ്മളെ വേണ്ടാണ്ട് അതിനും ഇതിനും എല്ലാം വേണ്ടിയിട്ട് സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നതുകൊണ്ട്. എന്നാൽ ചെറിയ ചെറിയ കുഞ്ഞു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ നിസ്കാരത്തിന്, നമ്മളെ സുന്നത്ത് നിസ്കാരത്തിന് എല്ലാം നമ്മൾ ഒഴിവാക്കുന്നവരാ പലപ്പോഴും അല്ലെ? ചിലപ്പോ നല്ല കാര്യം തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാകുക, പക്ഷെ എന്നാലും നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരാ പലപ്പോഴും. ഈ നഷ്ടത്തെ എപ്പോഴാ നമുക്ക് സങ്കടമായിട്ട് വരാന്നറിയോ? നാളത്തെ ആ ലോകത്തെത്തി കഴിഞ്ഞാൽ ഈ ദുനിയാവുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കുന്നതോടുകൂടി പിന്നെ നമുക്ക് എന്തില്ല? ഒരു അമലും ചെയ്യാനില്ല. അമലില്ലാത്ത ലോകം. അവിടെ ഹിസാബേ ഉള്ളൂ.
അല്ലെ? ഇവിടെ നമുക്ക് ഹിസാബില്ല, ഇവിടെ നമുക്ക് അമൽ ചെയ്യാനുള്ള അവസരമാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അള്ളാഹു ഇപ്പോ നമ്മളെ അൻഫുസ് അല്ലെ, നഫ്സ്, നമ്മളെ ദേഹങ്ങളില് ആത്മാക്കളെ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മൾ ചിന്തിക്കുക, അത് ആ ഒരു കണക്ഷൻ ഇവിടുന്ന് സ്റ്റോപ്പ് ആകുന്ന ആ ഒരു സെക്കൻഡ്, പിന്നെ എല്ലാം തീർന്നില്ലേ. അപ്പം ഇനി അങ്ങനെയല്ല, നമ്മൾ ഉറങ്ങുമ്പോ അള്ളാഹു തആല എപ്പോഴും പിടിച്ചെടുക്കുന്നുണ്ട് എന്നാ പറയുന്നത് അല്ലെ. ഉറങ്ങുന്നവർ ശരിക്കും മരിക്കുന്നില്ല, പക്ഷെ ഏകദേശം ഒരു എന്താ പറയാ, ഈ ഒരു ബാഹ്യ ലോകത്തിൽ നിന്നുള്ള ഒരു ബന്ധം കുറച്ചു നേരത്തേക്ക് എന്താകുന്നുണ്ട്, ഇല്ലാതാകുന്നുണ്ട് അല്ലെ. പിന്നെ വീണ്ടും അള്ളാഹു തആല തിരിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ എന്താ? മരണപ്പെട്ട ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്താണ്? ജീവിച്ചിരിക്കുമ്പോ അവനിൽ ഉണ്ട്, അത് എവിടെയായിരുന്നു അല്ലെ, എവിടുന്നാ വന്നത്, ഇപ്പൊ എങ്ങോട്ടാ പോയത് അല്ലെ. ശരിക്കും നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം. ഇപ്പൊ ഉറങ്ങുമ്പോ ബോധം കെട്ട് ഉറങ്ങുന്ന പറയില്ലേ അല്ലെ, ബോധമില്ലാത്ത ഉറക്കുന്നില്ല പറയാം നമ്മള്. അത്രയും ഗാഠനിദ്ര ആകുമ്പോ അങ്ങനെ പറയാം, എന്ത് പടക്കം പൂട്ടിയാലും ചിലപ്പോ അറിയൂല, അങ്ങനത്തെ ഉറക്കുണ്ടാവും ചില സമയത്ത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ നമ്മള് ചിന്തിക്കേണ്ടത് എന്താ വെച്ചാല്, നമ്മളിപ്പോ ഉറക്കുമ്പോ അല്ലെ, ഉണരുന്നത് വരെ പിന്നെ എവിടെയായിരുന്നു അത്, വീണ്ടും അത് നമുക്ക് തിരിച്ചു കിട്ടിയത് എങ്ങനെയാണ്, ആരാ നമുക്കത് തിരിച്ചു തന്നത്? ഈ ഉറങ്ങുമ്പോ നമ്മളിൽ ഒരു കാര്യം അവശേഷിക്കുന്നുണ്ട്, അതെന്താണ്? ശ്വാസോച്ഛ്വാസം അല്ലെ. പിന്നെ നമ്മൾ അറിയാത്ത രൂപത്തിലുള്ള ചില ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ കേട്ടിട്ടില്ലേ അല്ലെ. അവരെ അള്ളാഹു തആല ഒരു ഉറക്കാന്ന് അല്ലെ, സുബ്ഹാനല്ലാഹ്, വർഷങ്ങളോളം അല്ലെ, 300 വർഷങ്ങളാണ് അവരെന്താക്കിയത്, ആ ഗുഹയിൽ ഉറക്കി കിടത്തിയത് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കാം അള്ളാഹിന്റെ ഖുദ്റത്തിനെ അല്ലെ. നമ്മളെ ഒരു രാത്രി ഉറങ്ങുന്ന തന്നെ നമുക്ക് ചിന്തിക്കുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അല്ലെ. അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, അല്ലെ. നമ്മളില് ഒരു ഇത്തിരി എന്തോ അവശേഷിക്കുന്നുണ്ട് ഉറങ്ങുമ്പോ, അതാണ് നമ്മള് ആ ശ്വാസം ഉണ്ടാകുന്നതും അതുപോലെ ചില അനക്കങ്ങൾ. എന്നാ പിന്നെ നല്ല ഗാഠനിദ്ര ചിലപ്പോ ഈ അനക്കം ഒന്നും ഉണ്ടാവില്ല, ആ ഒരു നേരിയൊരു ശ്വാസോച്ഛ്വാസം മാത്രമേ ഉണ്ടാവൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മള് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടുമ്പോ നമുക്ക് എല്ലാം തിരിച്ചു കിട്ടുന്നല്ലേ, ചാടി എഴുന്നേൽക്കാനും ഓടിപ്പോകാനും എല്ലാം പ്രവർത്തിക്കാനും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. നമുക്കൊരിക്കലും എന്താ പറയാ, ചിലപ്പോ നമ്മള് ഉറക്കത്ത് പല സ്വപ്നങ്ങളും കാണാറുണ്ട് അല്ലെ. ഒരു സുദീർഘമായ സ്വപ്നമായിരിക്കും ചിലപ്പോ കാണുന്നുണ്ടാവുക, പക്ഷെ നമ്മൾ വളരെ കുറഞ്ഞ സെക്കൻഡുകൾ പോലും മാത്രമേ ഉണ്ടാവുമ്പോൾ ആ സ്വപ്നത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്. നമ്മള് ചില സമയത്ത് ഇങ്ങനെ ഉച്ച സമയത്തൊക്കെ കുറച്ച് സമയം ഒരു മയക്കത്തില് ഇങ്ങനെ വീഴുന്ന സമയത്ത് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണാറില്ല അല്ലെ. നിങ്ങൾ കാണാറുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഒരു സുദീർഘമായ സ്വപ്നമായിരിക്കും. അത് പറയണമെങ്കിൽ കുറച്ചധികം സമയം വേണം, പക്ഷെ ആകെ ഉറങ്ങി എന്ന് പറയണമെങ്കിൽ ഉറങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോ, പക്ഷെ അതിൽ കണ്ട സ്വപ്നം ഭയങ്കര ഭയങ്കര ലോങ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അത് തന്നെ ആലോചിച്ചാൽ മതി. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. നമ്മള് ചിലപ്പോ നമ്മൾ വിചാരിക്കും രാത്രി ഉറങ്ങി മുതൽ നേരം വെളുക്കുന്നവരെ നമ്മൾ സ്വപ്നം കണ്ടിരുന്നില്ല വിചാരിക്കുക. ചിലപ്പോ ഉണരാ നേരത്തായിരിക്കും നമ്മൾ സ്വപ്നത്തില് എത്തിയിട്ടുണ്ടാകുക. ഇതൊന്നും നമുക്ക് എന്താ പറയാ, നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇതെല്ലാം ആരുടെ കയ്യിലാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഇതിന്റെ എല്ലാം രഹസ്യം അല്ലെ, ഇതിന്റെ ഒന്നും കാര്യം നമുക്ക് എന്താണ്, ഒന്നും നമുക്കറിയില്ല. നമ്മൾക്ക് ഇതിലൊന്നും എന്തില്ല, ഒന്നിലും നമുക്ക് പങ്കില്ല. ഇതെല്ലാം ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇതിലെല്ലാം ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം അല്ലെ. ഒരു ഹദീസ് പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത പിന്നെ
മുത്തഫഖുൻ അലൈഹിയായ നമ്മൾ ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അതായത് നിങ്ങളിൽ ഒരാൾ വിരിപ്പിലേക്ക് ഉറങ്ങുവാൻ ചെല്ലുമ്പോൾ തന്റെ വസ്ത്രത്തിന്റെ തലപ്പ് കൊണ്ട് അതൊന്ന് തട്ടിക്കുടഞ്ഞു കൊള്ളട്ടെ. കാരണം അവൻ അത് വിട്ടുപോകുന്നതിന് ശേഷം അതിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവന് അറിയുകയില്ലല്ലോ. അപ്പം പിന്നെ ഇവിടെ ഒരു സുന്നത്തിനെയാണ് നമുക്ക് അറിയിച്ചു തരുന്നത്, ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സുന്നത്ത്. അതെന്താണ്? വിരിപ്പ് തട്ടിക്കൊടിയാന്നുള്ളത് അല്ലെ. വിരിപ്പ് തട്ടാന്നുള്ളത് ഭയങ്കരമായ സുന്നത്താണ്. അത് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് എപ്പോഴും ചെയ്യണം. നമ്മൾ ഇപ്പം അത് നോർമലി എല്ലാരും ചിലപ്പോ സാധാരണഗതിയിൽ നമ്മൾ കിടക്കാൻ നേരത്ത് എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കണ്ടിട്ട് വെറുതെ തട്ടുന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, അതിന് പ്രതിഫലമില്ല. നേരെ മറിച്ച് നമ്മളെ മനസ്സിൽ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, നിങ്ങൾ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ അത് തട്ടണം. കാരണം എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് അറിയില്ല അല്ലെ. എന്നിട്ട് പിന്നെ കിടക്കുന്ന നേരത്ത് ഈ പ്രാർത്ഥന പറയാൻ, ഏതാണ്? ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം പറയുന്നത്? അള്ളാഹുവെ അല്ലെ, ബിസ്മിക റബ്ബി, നിന്റെ നാമത്തില്, വളഅതു ജംബി, ഞാൻ എന്റെ ശരീരം, എന്റെ ഭാഗം ഞാനിതാ ഇവിടെ വെച്ചിരിക്കുന്നു അല്ലെ. ഇനി ഈ വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, എന്റെ ആത്മാവിനെ നീ പിടിച്ചു വെക്കുന്ന പക്ഷം അതിന് നീ കരുണ ചെയ്യണമേ. നീ എങ്ങാനും അല്ലെ, ഞാനിതാ നിന്റെ വിരിപ്പിലേക്ക് ഞാൻ വെച്ച് ഞാൻ കിടന്ന് ഉറങ്ങി അല്ലെ, ഉറങ്ങാൻ കിടന്ന് റബ്ബേ, ഈ ആത്മാവിനെ നീ എടുക്കുകയാണെങ്കിൽ, അത് പിടിച്ചു വെക്കുകയാണെങ്കിൽ നീ അതിനോട് കരുണ ചെയ്യണേ. ഇനി നീ വൈൻ അർസൽ തഹ, നീ അതിനെ തിരിച്ചു തരുകയാണെങ്കിലോ, വിട്ടു തരുകയാണെങ്കിലോ, നീ നിന്റെ നല്ല സദ്വൃത്തരായ നിന്റെ അടിമകളെ നീ കാത്തു സൂക്ഷിക്കുന്ന പ്രകാരം നീ എന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല മനോഹരമായ അർത്ഥമുള്ള പ്രാർത്ഥനയാണല്ലേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വിരിപ്പിലേക്ക് ചെന്നാല് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. കാരണം ഈ ഒരു ആയത്തും ഈ പ്രാർത്ഥനയുമായിട്ട് ഭയങ്കരമായ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അറിയാത്തവരൊക്കെ ഈ പ്രാർത്ഥന പഠിക്കണം. പിന്നെ അല്ലെങ്കിൽ നോക്കിയിട്ടെങ്കിലും ചൊല്ലിക്കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഈ ഒരു പ്രാർത്ഥനയും കൂടി ഗ്രൂപ്പിലേക്ക് ഷെയർ ഇത് ഉറങ്ങാൻ നേരത്തുള്ള ദിക്റുകൾ എന്നുള്ളതിൽ ഒരുവിധം എല്ലാ പ്രാർത്ഥനകളും വിടാറുണ്ട്. എന്നാൽ ഇതൊന്നും പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാരും, കാരണം ഇതിന്റെ അർത്ഥം നമ്മളെ മനസ്സിൽ ഒരു തവണയെങ്കിലും ഒന്ന് മിന്നി ഓടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചിന്ത വരും, പടച്ചോന്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്, നല്ല നല്ല റാഹത്തിൽ നല്ല നിയത്തിൽ തന്നെ ഉറങ്ങണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. എന്നിട്ട് അല്ലാഹു തആല അടുത്ത ആയത്തിൽ ചോദിക്കാൻ, എന്താണ്? അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫആ, അതല്ല, അവര് ഏർപ്പെടുത്തിയിരിക്കുന്നുവോ, അല്ലെങ്കിൽ അവർ ആക്കിയിരിക്കുന്നുവോ, അവർ സ്വീകരിച്ചിരിക്കുന്നുവോ, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, ശുഫആ, ചില ശുപാർശക്കാരെ. അവര് അള്ളാഹുവിന് പുറമെ ശുപാർശക്കാരെ സ്വീകരിച്ചിരിക്കുന്നുണ്ടോ? എങ്ങനെയാണെങ്കിൽ ഖുൽ, നബിയെ പറയുക, എന്താണ്? അവലൗ കാനു ലാ യംലികൂന ശൈഅൻ വലാ യഖിലൂൻ, ഈ പറഞ്ഞ ഈ ശുപാർശക്കാരുണ്ടല്ലോ, അവര് ലാ യംലികൂന ശൈഅ, അവർ യാതൊന്നും അധീനമാക്കുന്നില്ല, അവരുടെ അധീനതയിൽ യാതൊന്നുമില്ല, വലാ യഖിലൂൻ, അവര് ചിന്തിച്ച് മനസ്സിലാക്കുക പോലും ചെയ്യുന്നില്ല. എന്നിട്ട് അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ ശുപാർശക്കാരാക്കുന്നത് എന്ന് അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാണ് അല്ലെ. ഇന്ന് നമ്മളെ മുസ്ലിങ്ങളിൽ തന്നെയുള്ള ബഹുഭൂരിപക്ഷത്തിന്റെ വിശ്വാസം എന്താണ്? ഇപ്പം നമ്മള് തൗഹീദ് പറയുമ്പോൾ അല്ലെ, ഏകദൈവ വിശ്വാസം, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹിന്റെ അടുത്ത് മാത്രമേ നമ്മൾ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത്, ഈ മഹാന്മാരായ മരണപ്പെട്ടു പോയ അല്ലെ ചില മഹത്തുക്കള്, അവരോടൊക്കെ നമ്മള് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെന്താ പറയുന്നത്? അവര് നമുക്കുള്ള ശുപാർശകരാണ് എന്നുള്ള രീതിയിൽ അല്ലെ. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നമ്മൾ അങ്ങനെ ആക്കരുത് എന്ന് അല്ലാഹു തആല ഇവിടെ പറയുന്നു. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അത് നമുക്ക് അല്ലാഹു തആല വ്യക്തമാക്കി തന്നിട്ടുമുണ്ട് അല്ലെ. അത് വ്യക്തമായിട്ട് അല്ലാഹു തആല പറഞ്ഞു തന്നൊരു കാര്യം, നിങ്ങള് അള്ളാഹുവിന്റെ അല്ലെ ഇടയിൽ നിങ്ങള് വല്ലദീന തഖൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും
ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ. അല്ലെ, അള്ളാഹ്ക്ക് ഇടയിൽ നിങ്ങൾ ഒരാളെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, യാതൊരു തരത്തിലും നിങ്ങൾക്ക് അതില് ഒരു ഒരു ഉപകാരം നമുക്ക് ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ ഇടയിൽ നമ്മൾ വേറൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അതാ പറയുന്നത്. അള്ളാഹ്ക്ക് നമ്മള് അല്ലെ, അള്ളാഹിന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ നമുക്ക് വേറെ ഒരാളെ ഇടയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനുസരിച്ച് അള്ളാഹുവിന്റെ ദീനില് അള്ളാഹിന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നമുക്ക് ശുപാർശ കിട്ടും. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ മലക്കുകളുടെ ശുപാർശ ഉണ്ടാവും, പരിശുദ്ധ ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശകൾ നമുക്ക് ലഭിക്കും നാളെ പരലോകത്ത്. പക്ഷെ ഇവിടെ വെച്ച് നമ്മൾ എന്താക്കണ്ട, ആരുടെയും ശുപാർശക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ചോദിക്കണ്ട, ഇവിടുന്ന് നമ്മൾ അങ്ങനെയുള്ള ആരോടും പ്രാർത്ഥിക്കുകയും ചെയ്യണ്ട. അപ്പൊ അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫആ, അല്ലെ, നിങ്ങള് അതല്ല അവർ അള്ളാഹുവിന് പുറമെ ശുപാർശക്കാരെ സ്വീകരിച്ചിരിക്കുകയാണോ? അവലൗ കാനു ലാ യംലികൂന ശൈഅൻ വലാ യഖിലൂൻ. അതായത് അവര് ഈ സ്വീകരിച്ചിരിക്കുന്ന ശുപാർശക്കാർ എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തില്ല, ഒന്നുമില്ല, ഒരു അധീനതയില്ല, ഒരു അധികാരമില്ല, ഒന്നും അവർക്ക് ഇല്ല. അവർക്ക് എന്താ ശൈഅൻ വലാ യഖിലൂൻ, അല്ലെ, അവര് ചിന്തിച്ച് മനസ്സിലാക്കുന്നുമില്ല. അങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ ശുപാർശക്കാരായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, മുഴുവൻ ശുപാർശകർക്കുള്ള അധികാരം അത് അള്ളാഹുവിനാകുന്നു. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. എല്ലാത്തിന്റെയും അധികാരം, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അവനാകുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലെ, ഇവിടെ മരണത്തിന്റെ കാര്യം പറഞ്ഞ് അതിനുശേഷം അള്ളാഹുവിന് പുറമെ ശുഫാക്കളെ സ്വീകരിക്കുന്ന, ശുപാർശക്കാരെ സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ്, എന്നാ അള്ളാഹ്ക്ക് മാത്രമേ എല്ലാറ്റിന്റെയും അധികാരം അവകാശം അള്ളാഹ്ക്കേ ഉള്ളൂ. അല്ലെ, ശുപാർശ മുഴുവനും അള്ളാഹുവിനാണ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണ്. നിങ്ങൾ മടക്കപ്പെടുന്നതും അള്ളാഹുവിലേക്ക് തന്നെയാണ് എന്ന് നമ്മളെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തി തരികയാണ്. നമുക്ക് ഈ ഒരു ചിന്ത ഉണ്ടാകണം, അല്ലെ, അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിക്കുന്ന, അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് നമ്മുടെ ശരിയായ വിശ്വാസത്തിലേക്ക് വരണം. ഒരിക്കലും അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ കൊണ്ടുവരാൻ പാടില്ല. അള്ളാഹു മാത്രം, അല്ലെ, ഖുൽ ഹുവല്ലാഹു അഹദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യമായി ആരും തന്നെ ഇല്ല, അല്ലെ. ആ ഒരു കാര്യം നമ്മള് ഉറപ്പിക്കണം, നമ്മളെ മനസ്സിൽ ഉറപ്പിക്കണം. وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة. اشمأزت. وإذا ذكر الله, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാല്, അള്ളാഹുവിനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാല്, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയം എന്തായി പോകുന്ന പറയുന്നത്, ചുളുങ്ങുന്ന് പറയുന്നു, ചുളുങ്ങും. പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയം ഇങ്ങനെ ഇറുങ്ങും, ഇഷ്ടപ്പെടൂല. അതാണ് പ്രശ്നം, അല്ലെ. അതന്നെയാണ് ഇന്ന് നടക്കുന്നതും. സുബ്ഹാനല്ലാഹ്. ഇത്
പരിശുദ്ധ ഖുർആനിലൂടെ അതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഏ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാല് അതാണ് വഇദാ ദുകിറ അല്ലാഹു വഹ്ദഹു, ഏകനായ അള്ളാഹിന്റെ ആ വഹദാനിയത്തിനെ കുറിച്ച്, ഏകത്വത്തെ കുറിച്ച് മാത്രം പറയുമ്പോ പരലോകത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളുകളുടെ ഹൃദയം ചുളുങ്ങും, ഇറുകും. വഇദാ ദുകിറ അല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. എന്നാൽ അള്ളാഹ്ക്ക് പുറമേയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞാലോ അവർക്ക് ഭയങ്കര സന്തോഷായിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആണ് സത്യം എന്ന് പറയാൻ ആൾക്കാർക്ക് പേടിയുണ്ടാവൂല. എന്നാ വേറെ ഏതെങ്കിലും ജാറത്തിലോ ഷെയ്ഖിന്റെയോ പേര് പറഞ്ഞിട്ട് ഭയങ്കര പേടിയേറ്റു. അങ്ങനെ എത്ര ആൾക്കാരുണ്ട് എന്നറിയോ? ഇപ്പോഴും ദുർബലമായ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും യഥാർത്ഥ വിശ്വാസം തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മളെപ്പോഴും അള്ളാഹിനോട് ഒരുപാട് ശുക്റുള്ളവരാകണം. അൽഹംദുലില്ലാ അള്ളാഹു ഈ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചില്ലേ. ഇനി ഇതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനുള്ള പരിശ്രമം നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളിത് പറയുമ്പോ ഇതിൽ ഏതിലാണ് നമ്മൾ പെടുന്നത് നമ്മൾ നോക്കണം. നമുക്ക് ആരെ കുറിച്ച് പറയുമ്പോഴാ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് സന്തോഷം വരുന്നത്, നമുക്ക് ചുളുങ്ങി പോകുന്നുണ്ടോ, പ്രയാസം നേരിടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ശരിയാവാനുണ്ട്, നമ്മളൊന്ന് ശരിയാകാനുണ്ട്. നമുക്ക് സന്തോഷാന്ന് വരേണ്ടതില്ല, അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുമ്പോഴാണ് നമ്മളെ ഹൃദയം സന്തോഷിക്കേണ്ടത്. അല്ലാതെ ഈ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരെ പോലെ നമ്മളാകാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയാനാ പറയുന്നത് അല്ലാഹു തആല. ഖുലില്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവേ, ആലിമൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അള്ളാഹുവേ, അൻത തഹ്കുമു ബൈന ഇബാദിക്, നീ നിന്റെ അടിയാന്മാർക്കിടയിൽ നീ വിധിക്കുന്നു, നീ തന്നെയാണ് വിധി കൽപ്പിക്കുന്നത്. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസമായി കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ നീ തന്നെയാണ് വിധി കൽപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വലൗ അന്ന ലില്ലദീന ളലമു മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി മിൻ സൂഇൽ അദാബി യൗമിൽ ഖിയാമ. എന്താ പറയുന്നറിയോ? വലൗ അന്ന ലില്ലദീന ളലമു മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു, ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും തന്നെ അവരെ കയ്യിൽ, അതായത് ഈ അക്രമം പ്രവർത്തിച്ച ആളുകളുടെ കയ്യില് അധീനതയിൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ലഫ്തദൗ ബിഹി മിൻ സൂഇൽ അദാബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ആ വളരെ മോശമായ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരത് പ്രായശ്ചിത്തമായി നൽകിയേക്കാം. പക്ഷേ എന്ത് ചെയ്തിട്ടും രക്ഷാന്നാം. ഈ ഭൂമിയിലുള്ളത് മുഴുവനും അതുപോലെയുള്ള അത്രയും നമ്മളെ കയ്യിൽ സ്വന്തമായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അതുകൊണ്ടൊന്നും നാളത്തെ പരലോകത്തെ ഖിയാമത്ത് നാളിന്റെ ആ മോശകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും സാധിക്കൂല എന്നാ പറയുന്നത്. ബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ, അവർ കണക്ക് കൂട്ടിയിട്ടില്ലാത്ത പല കാര്യങ്ങളും അവർക്ക് അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുക്കുന്ന പറയും, മനസ്സിലാക്കി കൊടുക്കും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, അക്രമികളായ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം പരലോകത്ത് വെച്ചിട്ട് അനുഭവപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എന്ത് വേണമെങ്കിലും പ്രായശ്ചിത്തമായിട്ട് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരിക്കും. ഒരുപാട് കോടികൾ ആസ്തിയുള്ള ആളായിരിക്കും. അതൊന്നും എന്തില്ല, അവിടെ യാതൊരു തരത്തിലും ഫലം ചെയ്യൂല എന്ന് പറയും. കാരണം നമ്മൾക്ക് വിചാരിക്കാൻ പോലും കഴിയാത്ത അത്രയും കഠിനകഠോരമായ ശിക്ഷകളാണ് അവിടെ ഉണ്ടാകുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമുക്കത് ഒന്നും പലപ്പോഴും നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരിക്കും അവിടെ വെച്ചിട്ട് ബോധ്യപ്പെടാന്നാ പറയുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
ഒരായത്തും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് വബദാലഹും സയ്യിആതു മാ കസബു വഹാഖ ബിഹിം മാ കാനൂ യസ്തഹസിഊൻ. പരലോകത്തെ വല്ലാത്തൊരവസ്ഥയാണത്. വബദാലഹും അവർക്ക് വെളിവാക്കി കൊടുക്കും അല്ലാഹു തആല. എന്ത്? സയ്യിആതു മാ കസബു അവർ സമ്പാദിച്ച, അവർ പ്രവർത്തിച്ച തിന്മകൾ, തിന്മയുടെ കെടുതികൾ. എന്നിട്ടോ വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹസിഊൻ അവരെ ഇങ്ങനെ ചുറ്റിത്തിരിയെന്ന് പറയും. വഹാഖ ബിഹിം അവരിൽ വലയം ചെയ്യുകയും ചെയ്യും. മാ കാനൂ ബിഹി യസ്തഹസിഊൻ അതായത് എന്തൊന്നിനെ പറ്റിയാണോ അവർ പരിഹസിച്ച് നടന്നുകൊണ്ടിരുന്നത് അത് അവരെ ഇങ്ങനെ വലയം ചെയ്യും. അവിടെ വെച്ചിട്ട് ബോധ്യപ്പെടുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥ എല്ലാവർക്കും അതുണ്ടാവൂലേ. അവിടെ നിന്ന് പരലോകത്തേക്ക് എത്തുമ്പോ തന്നെ മനുഷ്യനെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഓർമ്മ വരുന്ന പറയും, ഓർമ്മിപ്പിക്കും. അവിടെ വെച്ചിട്ട് ഓർമ്മിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെ. ഓർമ്മ എവിടെ ഉണ്ടാവേണ്ടത്? ഇവിടെന്നാ ഓർമ്മ ഉണ്ടാവേണ്ടത്, അവിടെ അല്ല ഓർമ്മിക്കേണ്ടത്. അപ്പൊ നമ്മള് ഈ മരണത്തിന് ശേഷമുള്ള അവസ്ഥകള്, മരണാനന്തരം സംഭവിക്കുന്നത് അള്ളാഹുവിന് പുറമെ മറ്റ് ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങളെ ദീനിന്റെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ദീനിലുള്ളതാണെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന തെറ്റായ വിശ്വാസത്തിന്റെ ആളുകളാണ് നമ്മളെങ്കിൽ വളരെ മോശകരമായ ഒരു പര്യവസാനമാണ് കാത്തിരിക്കുന്ന. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ഇഖ്ലാസ് ഉള്ള മുഖ്ലിസീങ്ങളിൽ, യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ, യഥാർത്ഥ തഖ്വയുള്ള മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥാ. പരിശുദ്ധ ഖുർആനിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അള്ളാഹുവെ നിന്റെ കലാമ് കേൾക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു സമാധാനം അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ നീളം നീ നിലനിർത്തി തരണേ നാഥാ. ഖുർആനിന്റെ ആൾക്കാരായി ജീവിക്കാൻ, ഖുർആനിന്റെ ആൾക്കാരായി മരിക്കാൻ, നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലും ഖുർആനിന്റെ ആൾക്കാരായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ, നാളെ സ്വർഗത്തിലും ഒരുപാട് ഖുർആൻ ഓതി ഉന്നതമായ നിന്റെ ദർജയിലേക്ക് എത്താൻ റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ സഹായിക്കണം നാഥാ. ഓരോ നിന്റെ പരിശുദ്ധ കലാമും വായിക്കുമ്പോ, പാരായണം ചെയ്യുമ്പോ, പഠിക്കുമ്പോ അല്ലാഹുവേ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. വിശദമായ രീതിയിൽ പരിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ നീ ഞങ്ങളുടെ മുമ്പിൽ അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് അല്ലാഹുവേ. അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥാ. നേരത്തെ പഠിച്ചവർക്കും പുതുതായി പഠിക്കുന്നവർക്കും അല്ലാഹുവേ യഥാർത്ഥ രീതിയിൽ, വ്യക്തമായ രീതിയിൽ പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ, നിന്നെ അടുത്തറിയാൻ, അതിലൂടെ നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങൾ വെറും ദുർബലരാണ്, ഞങ്ങൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട്, ഞങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് അല്ലാഹുവേ. അതെല്ലാം നിന്റെ മഹത്തായ ഫضൽ കൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ നിന്റെ മഹത്തായ ഫضൽ കൊണ്ട്, കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിമറിക്കണേ അല്ലാഹ്. യഥാർത്ഥ പശ്ചാത്താപ മനസ്സോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. തിന്മയെ തിന്മയായി മനസ്സിലാക്കാനും അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. നീ ഇഷ്ടപ്പെടുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന, നിന്നെ തൃപ്തിപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകൾ അല്ലാഹുവേ നീ നല്ലതായ അവസ്ഥയിലാക്കി തരണേ അല്ലാഹ്. എല്ലാ സമയത്തും നിന്റെ ദിക്റുകൾ കൊണ്ട് നിറയുന്ന, ഖുർആൻ പാരായണം കൊണ്ട് നിറയുന്ന, നല്ല മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള, റഹ്മത്തിന്റെ മലായിക്കത്തുകൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വീടാക്കി ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകൾ നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ അല്ലാഹുവേ നീ ഹിദായത്തിന്റെ വഴിയിലാക്കണേ അല്ലാഹ്. ഈ ദീനിലും ദുനിയാവിലും സമൂഹത്തിനും എല്ലാം ഉപകാരപ്പെടുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ മാറ്റണേ അല്ലാഹ്. ഹിദായത്തിന്റെ വഴിയിൽ, സന്മാർഗത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വരും തലമുറകളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ.
എല്ലാവരുടെയും കുടുംബങ്ങളിൽ നീ ഖൈർ പ്രദാനം ചെയ്യണേ നാഥ. എല്ലാവർക്കും നീ റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നീ നൽകിയ റിസ്കിൽ നാഥ നീ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ. നീ നൽകിയതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള വിശാലമായ മനസ്സ് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ നൽകുന്ന ഏതൊരു ഖൈറിനും ഞങ്ങൾ ആവശ്യക്കാരാണ് അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ നാഥ. ഞങ്ങളുടെ പോരായ്മകൾ നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് അറിവ് നൽകിയ എല്ലാവർക്കും, അറിവ് പകർന്നു തന്ന എല്ലാ ഗുരുക്കന്മാർക്കും അല്ലാഹുവേ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് പേര് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ അല്ലാഹുവേ, അവർക്കൊക്കെയും അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് അതാ ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين.